ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ വൈകുന്നേരം രാത്രിയൊക്കെ കബ്സ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാ കബ്സയുടെ അരി ഇറച്ചി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കബ്സയുടെ അരി കൊണ്ടുവന്ന് നമ്മൾ അരി പാക്കറ്റാണ് വാങ്ങിക്കണത് കേട്ടോ. 1 കിലോയുടെ കിറ്റാണ് വാങ്ങിക്കണത് കേട്ടോ. ഇതാകുമ്പോൾ എല്ലാ സാധനവും ഇതിൽ തന്നെ ഉണ്ടാവും. ചിക്കൻ മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കട്ടെ. നമ്മൾ അല്ലൂട്ടി കുറേ ദിവസം ഉണ്ട് പറയണോ കബ്സൻ്റെ അരി കൊണ്ടുപോകേണ്ടി കബ്സ വെക്കണം, കബ്സ തിന്നാൻ പൂതിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ ഇപ്പച്ചി ഇന്നലെ കൊണ്ടുവന്നതാണ്. ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് കുടിയിരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ രാത്രിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് വെള്ളത്തിലിട്ട് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. പിന്നെ എന്താ അതിലുള്ള സാധനം ഓയിലുണ്ട്, കബ്സയുടെ മസാല ഉണ്ട്, പിന്നെ മാഗി ക്യൂബ് ഉണ്ട്, ഉണക്ക നാരങ്ങ ഉണ്ട്, പിന്നെ കുറച്ചൊരു കുരുമുളകുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലുണ്ടാക്കണ വിധം ഈ കവർമത്തിലുണ്ടാവും. പക്ഷെ നമ്മൾ കബ്സ ഉണ്ടാക്കലുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കബ്സക്ക് നോക്കാനൊന്നുമില്ല കേട്ടോ. അന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം. ഒന്നിവിടെ അടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു, അടുത്ത അൽവാസിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ കുടിയിരിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുടിയിരിക്കലിനൊക്കെ പോയി. അപ്പം ഇനി ഇൻഷാ അള്ളാ അവിടുത്തെ ഒരു വീടിൻ്റെ ഹോം ടൂറൊക്കെ ചെയ്യേണ്ട കേട്ടോ. ഇത് എന്താണ് അവിടെ പോയി ഇന്ന് ചോറ്, ബിരിയാണി, ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ചോറുണ്ടല്ലോ, അതും കൂടിയായിരുന്നു കേട്ടോ ചോറ്. അപ്പോൾ കഴിച്ച് ഞാനും കുട്ടികളൊക്കെ പോയി, എല്ലാവരും പോയിരുന്നു. ഉച്ചയ്ക്ക് ഇവിടെ ഒന്നും ചോറൊന്നും വെച്ചിട്ടില്ല. പിന്നെ രാത്രിയൊക്കെ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ മന്തി. കബ്സ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഇഷ്ടമാണ് കബ്സ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കബ്സ. ഇക്കാക്കും പിന്നെ അല്ലൂനും പൊന്നൂനും ഇടയ്ക്ക് കബ്സ ഇഷ്ടമാണ്. മന്തി അത്രക്കാണ് പോയി. മന്തി ഇക്കാക്ക് വേണമെങ്കിൽ കടയിലത്തെ പോലെ ഉണ്ടാക്കണം. കടയിലത്തെ പോലെ എന്ന് പറഞ്ഞാൽ അത് മുകളിൽ ഇങ്ങനെ ഇറച്ചി വെച്ചിട്ട് ഇറച്ചിൻ്റെ നീരിങ്ങനെ വെന്തിട്ടുള്ള ചോറുണ്ടല്ലോ, കറക്റ്റ് ഒറിജിനൽ മന്തി. ആദ്യം മോനെ ഒരു മിഠായി വാങ്ങാൻ പോയി. മിഠായിയാണ് ഗൈസ്, ചട്ടുപട്ടോ, എന്താ ചട്ടുപട്ടാണ് മിഠായി, കാബേത്തിൻ്റെ മിഠായിയാണ്. അപ്പോൾ മിഠായി കൊണ്ടുവന്നതാണ്. മറ്റൊരാരും കണ്ടിട്ടില്ല, അവൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ എനിക്കും വന്ന് തന്നതാണ്. അപ്പോൾ ഏതായാലും ഇനി അതൊക്കെ ഒന്ന് വെള്ളം പൊതിരട്ടെ. അപ്പോൾ അത് കുറച്ച് പണിയുണ്ട്. അതായത് അവിടെ അരിയൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം ഞാനിത് അവിടെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കുറച്ചുകൂടി തേങ്ങ കൊണ്ട് പൊളിച്ചെടുക്കാനായിട്ട് കേട്ടോ. ബാക്കിയെല്ലാം പൊളിച്ച് ചാക്കിലാക്കി. അതിനിടയിൽ വയ്യാണ്ടായി, സൗണ്ടൊക്കെ പോയി ആകെ. അതിൽ കുറച്ച് ദിവസം ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉണ്ട് പൊളിച്ചെടുക്കാണ്ട്, അതും കൂടി പൊളിച്ചെടുക്കണ തിരക്കിലാണ് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അയക്കണം. അപ്പോൾ നമ്മൾ തന്നെ മെനക്കണം പൊളിക്കാനും ഉണക്കാനും ആട്ടാനും എല്ലാത്തിനും കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നാളെ പൊട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അരിയുടെ കുറച്ച് നേരം ഏതായാലും 1 മണിക്കൂർ ഇരിക്കണം. അതിന് ശേഷമാണ് നമ്മളൊക്കെ നോക്കാൻ പറ്റുള്ളൂ കേട്ടോ. മക്കളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചുട്ടി അതിൻ്റെ ഇടയിൽ എന്തോ ഒരു മിഠായി ആദ്യം കൊടുത്തിരിക്കണ്. അപ്പോൾ അതും കൊണ്ട് തൊലിച്ചറിയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അച്ചുട്ടിനോട് ഞാൻ മിണ്ടൂല, ലൈവൊക്കൊന്നും ഈ വരാത്തത് കൊണ്ടെന്ന് പറഞ്ഞിട്ട് തെറ്റി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് മേതൊന്നും പോകില്ല, ഇങ്ങനെ ഒപ്പം ചുറ്റി പറ്റി നിൽക്കും കേട്ടോ. അപ്പോൾ ലൈവിലേക്ക് വരാൻ ഭയങ്കര മടിയാണ് ചിലപ്പോഴൊക്കെ. അപ്പോൾ ഭയങ്കര കളി കൂടിക്കണം കേട്ടോ. ഓളെ കൂട്ടുകാരി എപ്പോഴും വരും ഓളൊപ്പം കളിക്കാൻ, അടുത്തുള്ള അയൽവാസി കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഓളെ കൂടെ കളിക്കും, അതുതന്നെ. ഇപ്പോൾ ലൈവിൽ വിളിച്ചാലും പാട്ട് പാടാനും ഇപ്പോൾ ഒന്നും അച്ചുവിനെ കിട്ടലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനും കുട്ടികളൊന്നും ഇല്ലായിട്ട് എനിക്കൊന്നിനെ ലൈവ് ഇടാൻ തോന്നാറുമില്ല കേട്ടോ. ഞാനിപ്പോൾ അതന്നെ ഇടയ്ക്ക് ലൈവൊക്കെ നിർത്തുന്നത്. കാരണം കുട്ടികളില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ മടിയാണ്, ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയൊക്കെ സെറ്റാക്കിയിട്ട് വേണം നമുക്ക് നാളെ മുതൽ പൊളിക്കൽ തുടങ്ങണം. കുറേ ദിവസം ഉണ്ട് ഇങ്ങനെ മെനക്കെട്ടിക്കണം, ഇതൊന്നും കഴിഞ്ഞ് കിട്ടണില്ല കേട്ടോ. അതല്ല നമ്മൾ പെരയത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലാണ് നമ്മൾ പൊളിക്കാനൊക്കെ ആയിട്ട് നിൽക്കുള്ളൂ. അപ്പം ഇപ്പോൾ പൊളിച്ചാണ് ഫുള്ളാക്കി തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തുണിയും കുപ്പായങ്ങളൊക്കെ ഒന്ന് രാവിലെ തോരട്ടതാണ്, അതൊക്കെ ഒന്ന് എടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ ഒന്ന് ചോറ് വേവിക്കാനയക്കണ്. ഇവിടെ ഇതാ ബാപ്പിയും മക്കളും കൂടി വണ്ടി കഴുകണ തിരക്കാണ് കേട്ടോ. വണ്ടി കഴുകലിലാണ് ബാപ്പിയും കുട്ടികളും കൂടി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അത് പിന്നെ ഇപ്പോൾ കുട്ടികളും ബാപ്പിയും കൂടി നല്ല ഇഷ്ടമാണ് വണ്ടി കഴുകണത്. എല്ലാവരും കൂടും ഉപ്പച്ചിൻ്റെ കൂടെ. അങ്ങനെന്താ ഞാനിവിടെ ചെമ്പട്ടിയൊക്കെ വെച്ചിട്ട് ഉള്ളിയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പട്ടിയും ഗ്രാമ്പും പട്ടിയും ഏലക്കായും ഒക്കെ കുറച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഉള്ളിയും മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ട് നമ്മളിതാ അവിടെ കുറച്ച് തക്കാളി അടിച്ചെടുത്തുകൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തക്കാളി ജ്യൂസ് അടിച്ചാൽ മതി. ഞാനിവിടെ തക്കാളി ജ്യൂസ് അടിക്കലാണ് കേട്ടോ. സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യും.
അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് വെള്ളം തിളപ്പിച്ചാണ് പാർന്ന് കൊടുക്കുക നല്ലത് കേട്ടോ. ഞാൻ ഏതായാലും മടിച്ച് നിന്നിട്ടോ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചോറ് കുറേ ബാക്കിയാവുമല്ലോ. അപ്പം ചോറ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് പറഞ്ഞ് ഉണ്ടാക്കിക്കോ ഒന്നിനെ ഉണ്ടാക്കിക്കോ ഒന്ന് കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മാഗി ക്യൂബും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. കബ്സൻ്റെ മസാല ഒക്കെ ഇട്ടിട്ട് ചിക്കൻ ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് നമ്മളെ കബ്സ മന്തിയൊക്കെ അല്ലേ. ബിരിയാണിയും അതുപോലെ തന്നെയാണ്, പക്ഷേ എന്നാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കബ്സ ഇവിടെ കേട്ടോ. പക്ഷെ ഇക്കാക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നന്നായിട്ട് തന്നെ എല്ലാം വാടിയതിന് ശേഷം നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ ഉണക്ക കൊത്തമ്പല്ലി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയൊക്കെ നമുക്ക് കുത്തിയിട്ട് കൊടുക്കാം കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട്. തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുക, ഉണക്ക നാരങ്ങ എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മാഗി ക്യൂബും മസാലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ചിക്കൻ ഇട്ടൊന്ന് വരട്ടി കൊടുത്താൽ മതി. അതിനുശേഷം ചിക്കനൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തിളപ്പിച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരിയും കൂടി ഇട്ട് കൊടുക്കുക. അത്ര പണിയുള്ളൂ ചിക്കൻ കബ്സക്ക് കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് റേഷൻ അരി കൊണ്ട് വെക്കാറുണ്ട് കേട്ടോ. കബ്സൻ്റെ മസാല മാത്രം വാങ്ങിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും ഇപ്രാവശ്യത്തെ അരി ഭയങ്കര നല്ല പെട്ടെന്ന് തന്നെ വേവണ അരിയാണ്, അതുകൊണ്ട് തന്നെ അത് രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് തളിച്ചതിന് ശേഷം നമ്മൾ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കബ്സയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അതിലേക്കുള്ള ചട്ടിനി അതുപോലെ തന്നെ അതിലേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കി എടുക്കാനുണ്ട്. ഞാനിവിടെ വല്യുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ചപ്പും എല്ലാം കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒക്കെ പാടിട്ടിട്ടാണ് ഞാനിവിടെ കറി റെഡിയാക്കി എടുക്കൽ കേട്ടോ. ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ നോക്കണം. അതിൻ്റെ കറി ഇനി റെഡിയാക്കാനുണ്ട്. കറി ഒന്നും ആക്കാൻ ഇടയില്ല, അപ്പോഴത്തേന് ചോറ് വന്നേക്കാൻ നമ്മൾ അച്ചും പൊന്നും വാസന കേട്ട് വന്നിരിക്കണം കേട്ടോ. അവർക്ക് കഴിക്കാനായിട്ട് തരുമ്മ ചോറ് കറിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചും പൊന്നും കൂടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളാരും മദ്രസ വിട്ട് വന്നിട്ടില്ല, മദ്രസ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും മക്കളൊക്കെ മദ്രസ വിട്ട് വന്ന് എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി റെഡിയാക്കി എല്ലാവരും വെയിൽ തുടങ്ങിയിരിക്കണം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ നിന്നില്ല, അതിന് മുന്നേ തന്നെ എല്ലാവരും വെയിൽ തുടങ്ങിയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ കറി ഉണ്ടാക്കിക്കണം കേട്ടോ. വല്യുള്ളിയും തക്കാളിയും ഇഞ്ചിയും ചെറിയൊരു 2 പോണ വെളുത്തുള്ളിയും കൂടി ഇട്ടിക്കാണ് ചപ്പൊക്കെ കൂടി അരച്ചിക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ കറി. അപ്പോൾ അതിൻ്റെ കറി ഇവിടെ വേണം കബ്സയ്ക്ക്. പിന്നെ തൈരും ഉണ്ട് കേട്ടോ. മക്കളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ കിടന്നിക്കണം കേട്ടോ. മക്കളെല്ലാവരും ഓരോരുത്തർ പായൊക്കെ നീട്ടി എടുത്താണ്. അപ്പം ഓരോരുത്തർ ഉറങ്ങിക്കണം കേട്ടോ. എൻ്റെ പൊന്നൂസൊക്കെ നേരത്തെ തന്നെ ഉറങ്ങിക്കണം. രാവിലെ 6 മണിക്ക് പോണതാണ് അവൾ മദ്രസക്ക്. അപ്പോൾ നേരത്തെ തന്നെ ഉറങ്ങിക്കണ്ട. അച്ചൂട്ടി അവിടെ ഉറങ്ങാൻ കിടക്കണേ. മക്കളെല്ലാവരും ഉറക്കണ തിരക്കാണ്. കബ്സയൊക്കെ തിന്ന് കുറച്ച് ബാക്കിയായിട്ടുള്ളൂ കേട്ടോ. അപ്പം എന്താ പറയുക, ബാക്കിയുള്ളതാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കളെല്ലാവരും അച്ചൂട്ടി ചേച്ചോ എണീക്ക് എങ്ങനെ ഉണ്ടെന്ന് കബ്സ വെച്ച് പറഞ്ഞു. അപ്പൊ കബ്സ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാ നെച്ച് കൊറേ ചോറ് കേട്ടാ. കാണിച്ചു കൊടുത്ത് ലച്ചൂടിനെ ഉറക്കാണ് ഗൈസ്. ഓള് ഷെമ്മീസാണ് ഇട്ടിക്കണത്. ഷെമ്മീസിന്റെ മേലെ കുപ്പായിട്ടു. അപ്പൊ മിടിയായി എന്നാ പറയണത്. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞെടുത്താ. ഇന്നത്തെ വീഡിയോസ് ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. ബൈ ബൈ.